മാഷ് ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞാൽ ആരൊക്കെ ഇഷ്ടപ്പെടാനോ? എനിക്കറിയില്ല. ആരെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് പോലും അറിയില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളിലും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതമായിട്ട് സാമ്യമൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒരു കഥയായിട്ട് എല്ലാവർക്കും തോന്നുള്ളൂ. ഞാൻ പറയുന്നതൊക്കെയും എൻ്റെ തന്നെ ജീവിതാനുഭവങ്ങളാണ്. എൻ്റെ ജീവിതങ്ങൾ അത് കേൾക്കുമ്പോൾ അത് കേട്ടിട്ട് ഞങ്ങൾക്ക് എന്ത് ഗുണം, അല്ലെങ്കിൽ മാഷിനെന്താ എന്നൊന്നും ചിന്തിച്ച് കളയരുത്. നമ്മുടെ അനുഭവങ്ങളല്ല മാഷേ നമ്മളെ മുന്നോട്ട് ജീവിക്കാൻ പഠിപ്പിക്കുന്നത്. ഈ അനുഭവങ്ങളൊന്നുമില്ലെങ്കിൽ അതിൻ്റെ ആ കണ്ണുനീരും കയ്പും അതൊന്നുമില്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിന് എന്താ അർത്ഥം? വേണമെങ്കിലേ ഒരു കമ്പനിക്ക് നിങ്ങളും കൂടിക്കോട്ടോ, ഒരു രസത്തിന് കേട്ടിരിക്കാം. മാഷിന് എന്നെ എന്ത് വിളിക്കാനാ തോന്നുന്നത്? എൻ്റെ പേരൊന്നും വിളിക്കണ്ട, മാഷ് എന്നെ പൊന്നൊന്ന് വിളിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ചേച്ചിന്നോ ആൻറ്റിന്നോ അമ്മാന്നോ അങ്ങനെയൊക്കെ കൂട്ടി വിളിച്ചോളൂ കേട്ടോ. പൊന്നുവിൻ്റെ കൂടെ ഇതിലേതെങ്കിലും ഒന്ന് കൂട്ടി തന്നെയാണ് എല്ലാവരും എന്നെ വിളിക്കാറ്. നിങ്ങളും നിങ്ങളുടെ തരത്തിനൊത്ത് എന്നെ വിളിച്ചോളൂ നീ. അങ്ങനെയൊക്കെ മാഷിൻ്റെ അമ്മ മാഷിനെ കുഞ്ഞിലെ കിണറ്റിൻകരയിലോ അലക്കലിൻ്റെ മേലെ ഇങ്ങനെ നിർത്തി കുളിപ്പിക്കുന്നതായിട്ടും മാഷിന് ഓർമ്മയുണ്ടോ? എൻ്റെ ഓർമ്മ തുടങ്ങുന്നതേ അവിടെ നിന്നാണ്. അമ്മ അലക്കലിൻ്റെ മേലെ നിർത്തി കുളിപ്പിച്ച് മുടിയൊക്കെ തോർത്തി തന്ന് അരയിക്കൂടെ തോർത്തുമുണ്ട് ഉടുപ്പിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ പാടത്തിൻ്റെ അക്കരയിൽ ആ നാഷണൽ ഹൈവേ കൂടെ ആ പച്ച ബസ് കടന്നു പോയത്. അപ്പം എന്നോട് അമ്മ പറയാ, ദാ പോകുന്നു നമ്മുടെ പപ്പ പോയ ബസ്. എനിക്കറിയില്ല കേട്ടോ അതെവിടേക്ക് പോകുന്നതെന്നും ഏത് വശത്തേക്ക് പോകുന്നതെന്നും ഒന്നും എനിക്കറിയില്ല. പിന്നെ ആ പച്ച ബസ് ഏത് വഴിക്ക് ഏതാണെന്നറിയില്ല കേട്ടോ. പിന്നെ വലുതായപ്പോഴറിഞ്ഞത് പച്ച കളറിലെ കുറേ ബസ്സുകളുണ്ടെന്ന്. അന്ന് പച്ച ബസ് പപ്പ പോയ ബസ്സാണ്. മനസ്സിൽ അങ്ങനെയായിരുന്നു പതിഞ്ഞിരുന്നത്. ആ ബസ് എപ്പോൾ അതിൽ കടന്നു പോയാലും പറയും പപ്പ പോയ ബസ് എന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കാറുണ്ട് വീടിൻ്റെ പടിക്ക്. അതിലെ മാഷെ കുറേ വിശക്കുമ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് വറ്റൽ മാത്രമേ അമ്മ ഒഴിച്ചു തരുന്ന ആ കഞ്ഞി വാരി കഴിക്കുമ്പോൾ കാണാൻ പറ്റിയ സ്വപ്നമല്ല മാഷെ ആ പച്ച ബസ്സിൽ പോയ പപ്പ തിരിച്ചു വരുമ്പോൾ ഒരു പെട്ടി നിറയെ മിഠായി, ഒരു പെട്ടി നിറയെ ഡ്രസ്സ് ഒക്കെ കൊണ്ടുവരാന്നുള്ളത്. അമ്മ തരുന്ന ഭക്ഷണമൊന്നും ആ കുഞ്ഞു വയറ് നിറയാനൊന്നും ഉണ്ടാവില്ല മാഷെ. അന്നേരം കാണാൻ പറ്റിയ സ്വപ്നം ഇതൊക്കെ തന്നെയല്ലേ? അന്നൊക്കെ ഞാൻ കൊതിച്ചിട്ടുണ്ട് മാഷെ, എന്നെങ്കിലും ഒരു ദിവസം അമ്മ ഈ കഞ്ഞിയൊന്ന് മാറ്റി ഒരു ദിവസം ചോറ് തന്നെങ്കിന്ന്. പാവം എൻ്റെ അമ്മ എല്ലാ മക്കളെയും നോക്കാനായിട്ട് രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെടുമ്പോൾ അമ്മയ്ക്കൊന്നും തികഞ്ഞിട്ടൊന്നുമില്ല മാഷെ ഞങ്ങളുടെ കുഞ്ഞു വയറ് നിറയ്ക്കാനുള്ള അത്രയും പണമൊന്നും സമ്പാദിക്കാൻ. തനിച്ചിരിക്കുമ്പോൾ വിശക്കുമ്പോൾ ഒക്കെയും കണ്ടിരുന്ന സ്വപ്നങ്ങളാണ് പകൽ കിനാവുകളാണ്. പെട്ടി നിറയെ മിഠായി, ഡ്രസ്സ്, ആകാശത്ത് നിന്ന് മിഠായി മഴ. ഇതൊക്കെ മാഷ കണ്ടിട്ടുണ്ടോ? ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഇത്തരം സ്വപ്നങ്ങൾ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷെങ്കിലോട്ടും നടന്നിട്ടില്ലെന്നേ ഉള്ളൂ.